ശബരിമല യുവതീ പ്രവേശം അടഞ്ഞ അധ്യായമാണെന്ന് CPM വ്യക്തമാക്കുന്നു. പാർട്ടി വിശ്വാസികൾക്കൊപ്പമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്തുന്നതിൽ നിയമോപദേശം തേടാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. സർക്കാർ നിലപാട് എന്തെന്നാണ് BJPയുടെ ചോദ്യം. MV ഗോവിന്ദനാണോ ആരെയൊക്കെ വിളിക്കണം ആരെയൊക്കെ വിളിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതെന്ന് കുമ്മനം ചോദിച്ചു. ആദ്യം പ്രതികരണങ്ങൾ കാണാം. സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് രാജ്യത്തിൻ്റെ നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന്. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. അന്ന് നടന്ന ആ യുവതി പ്രവേശനം, അന്ന് അവിടെ ദർശനം നടത്തി, അത് തെറ്റായി പോകുന്നു. കാരണം അതെല്ലാം കഴിഞ്ഞു പോയ അധ്യായമാണ്. പിന്നെ അതിൻ്റെ മേലെ ചുറ്റിപ്പറ്റി തുടങ്ങുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതിന് വേറെ ആളെ നോക്കുന്നതല്ലേ. ദേവസ്വം ബോർഡ് വ്യക്തമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. വ്യക്തമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു നിലപാട് പറയണം. അവർ ഭക്തജനങ്ങളോടൊപ്പമാണ് നിൽക്കേണ്ടത്. പണ്ട് ദേവസ്വം ബോർഡ് പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഭക്തജനങ്ങൾക്കെതിരായിരുന്നു, ക്ഷേത്രത്തിന് വിരുദ്ധമായിരുന്നു. മലക്കം മറിയുമ്പോൾ എന്തുകൊണ്ട് പൂർണ്ണമായും ഭക്തജനങ്ങളോടൊപ്പം എന്തുകൊണ്ട് നിൽക്കാൻ മടിക്കുന്നു? അതാണ് ചോദ്യം. എന്തുകൊണ്ട് ഭക്തജന സംഘടനകളെ വിളിക്കുന്നില്ല? ബിന്ദു അമ്മിണിയെയും റഹീമ ഫാത്തിമയെയും അവിടെ പ്രവേശിപ്പിച്ചതാരാണ്? അന്ന് ദേവസ്വം ബോർഡൊന്നും വേണ്ടിയില്ലല്ലോ. അങ്ങനെ അവിടെ ആചാരം ലംഘിച്ചുകൊണ്ട് അവരെ പ്രവേശിപ്പിച്ചത് തെറ്റായി പോയി എന്ന് ഇപ്പോൾ പറയാമോ? അതാണ് ഭക്തജനങ്ങൾ കേൾക്കേണ്ടത്. MV ഗോവിന്ദനാണോ ആരെയൊക്കെ വിളിക്കണം ആരെയൊക്കെ വിളിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടത്? അദ്ദേഹം പറയുന്നു വിശ്വാസികളെ വിളിക്കും, അവിശ്വാസികൾ അല്ല മറ്റേ വർഗീയ കക്ഷികളെ വിളിക്കില്ല. ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? LDF ആരും സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശനത്തിനായി കേസുമായി പോയിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ പ്രതികരണം. യുവതീ പ്രവേശ വിധി അടിച്ചേൽപ്പിക്കുന്നതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നപ്പോഴാണ് സത്യവാങ്മൂലം നൽകിയതെന്നും A. പത്മകുമാർ പറഞ്ഞു. എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇപ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധാരണയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ പ്രസിഡന്റായിരുന്ന കാലത്ത് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ കാലത്ത് അങ്ങനെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. അത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന കാലത്ത് കൊടുത്ത അഫിഡവിറ്റാണ്. കാരണം രണ്ടാമത് ഞങ്ങൾ കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ അന്ന് നേരത്തെ കൊടുത്ത അഫിഡവിറ്റ് ഉണ്ടല്ലോ എന്നുള്ള ഒരു നിലയാണ് അന്ന് സ്വീകരിക്കപ്പെട്ടത്. ഞാൻ ഇന്നലെ ഈ പ്രശ്നം കേട്ടപ്പോൾ തന്നെ വിളിച്ചന്വേഷിച്ചിരുന്നു. നമ്മളന്ന് അവസാന ഘട്ടത്തിലാണ് സുപ്രീം കോടതിയിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുമ്പോൾ ഞങ്ങളപ്പോൾ ആവശ്യപ്പെട്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് സാവകാശം ഉണ്ടാവണം. കാരണം ഇതുപോലൊരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അവിടെ അങ്ങനെ ഒരു വിധി അടിച്ചേൽപ്പിക്കുന്നതിനോട് വ്യക്തിപരമായിട്ടും അല്ലാതെയും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സാവകാശ ഹർജിയാണ് ഞങ്ങളന്ന് സമർപ്പിച്ചത്. ജേസൺ ചാമളപ്പിൽ, പ്രവീൺ പുരുഷോത്തമൻ, TV പ്രസാദ് എന്നിവർ വിവരങ്ങളുമായുണ്ട്. ആദ്യം ജേസണിലേക്കാണ്. ജേസൺ, ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം MV ഗോവിന്ദന്റെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമാണ്. CPIM യുവതീ പ്രവേശനത്തിൽ മറ്റൊരു നിലപാടിലേക്ക് നീങ്ങുന്നു, പാർട്ടി വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാടിലേക്ക് എത്തുകയാണ്. എന്താണ് MV ഗോവിന്ദൻ പറയുന്നത്? ജേസൺ. സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം, ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം, ഭാവിയിൽ CPMന്റെ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രതികരണം എന്ന പല നിലകളിൽ ഈ ഇന്നത്തെ MV ഗോവിന്ദന്റെ പ്രതികരണത്തെ കാണാനാകും. വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങളെന്ന് ആവർത്തിച്ച് പറയുകയാണ് MV ഗോവിന്ദൻ. അതേസമയം തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, യുവതീ പ്രവേശനം നടത്തിയതിൽ ഇപ്പോൾ കുറ്റബോധമുണ്ട്, അത് തെറ്റാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടെന്ന ചോദ്യത്തിന് അത് അടഞ്ഞ അധ്യായമാണ്, അത്തരമൊരു കാര്യം ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അത്തരമൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നതടക്കം പറഞ്ഞുകൊണ്ട് ആൾ ആവർത്തിക്കുന്നു, തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, വിശ്വാസികളെ കൂടെ നിർത്തിക്കൊണ്ട് വർഗീയവാദികളെ എതിർക്കുക എന്നതാണ് തങ്ങളുടെ നയം എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ഒരു തിയറി കൂടിയുണ്ട്. മുഴുവൻ വിശ്വാസികളും വർഗീയവാദികളല്ല, വർഗീയവാദികൾ വിശ്വാസികളുമല്ല, അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നമുക്കൊപ്പം നിർത്തണം എന്ന് ആവർത്തിച്ച് പറയുന്നു. അതേസമയം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ പ്രീണനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണോ ഈ അയ്യപ്പ
ആഗോള സംഗമം എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകുന്നത് അത് വർഗീയവാദികൾ പറയുന്ന പ്രതികരണം മാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് അത്തരം വാദങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കുന്നില്ല, തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇതിനകം തന്നെ തയ്യാറായിരിക്കുന്നു. അതിൻ്റെ കൂടി ഒരു പ്രധാന ഘടകമാണ് ഈ ആഗോള അയ്യപ്പ സംഘം എന്ന മറ്റു രീതിയിലുള്ള ആരോപണം, മറ്റു രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. അത് അദ്ദേഹം തള്ളുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച യുവതീ പ്രവേശനത്തിനെതിരായ അഫിഡവിറ്റ് പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ മറുപടിയില്ല. തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് നിരന്തരം ആവർത്തിക്കുകയായിരുന്നു. ശരി, ദേവസ്വം ബോർഡ് എടുക്കുന്ന നിലപാട് കൂടി അറിയേണ്ടതുണ്ടല്ലോ. ടി വി പ്രസാദ് വിവരങ്ങളുമായി. ടി പ്രസാദ്, ദേവസ്വം ബോർഡ് എടുക്കുന്ന നിലപാടിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദേവസ്വം ബോർഡിൽ നിന്നാണ് ആദ്യ പ്രതികരണം വന്നത്. ഈ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് അത് പിൻവലിക്കും എന്ന കാര്യമാണോ പറയുന്നത്? പിൻവലിക്കുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് സ്മൃതി. കാരണം CPIM-നെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഡാമേജ് അത് അതിഭീകരമായിരുന്നു. അത് CPM-നായാലും സർക്കാരിനായാലും ഉണ്ടായ ദോഷം ചില്ലറയൊന്നുമല്ല. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മറികടക്കുക എന്നുള്ളത് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിപാടി നടത്താൻ ചുമതലയുള്ളവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് CPIM-ഉം സർക്കാരും തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഈ ആഗോള അയ്യപ്പ സംഗമം വിജയകരമായി നടപ്പിലാക്കിയാൽ നേരത്തെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുവതികളെ ശബരിമലയിൽ കയറ്റി എന്ന BJP-യുടെയും UDF-ന്റെയും ആരോപണത്തിന്റെ മൊനയൊടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെയാണ് സർക്കാരും CPIM-ഉം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് NSS-ന്റെയും SNDP-യുടെയും പിന്തുണ കിട്ടുന്നത് എന്നുള്ളതും സർക്കാരിന് കുറച്ചുകൂടി ആത്മവിശ്വാസം കൂട്ടുന്ന സ്ഥിതിയുണ്ടായി. കഴിഞ്ഞ 9 വർഷത്തിനിടെ NSS സർക്കാരിന്റെ ഒരു പരിപാടികളെയും അംഗീകരിച്ചിട്ടില്ല. അപ്പോഴാണ് ഏറ്റവും നിർണായകമായ വിശ്വാസികളുമായി ബന്ധപ്പെട്ട ആഗോള അയ്യപ്പ സമ്മേളനത്തിന്, സംഗമത്തിന് NSS-ന്റെ പിന്തുണ കിട്ടുന്നത് എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ പോസിറ്റീവായ ഒരു കാര്യം. NSS-ന്റെ പിന്തുണ എന്നത് ഞെട്ടിച്ചത് BJP ക്യാമ്പിനെയാണ്. BJP ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മറ്റു തലത്തിൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കാരണം BJP പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഈ സർക്കാരും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. അത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് അതിലെ പ്രശ്നം. മിനിഞ്ഞാന്നിറക്കിയ പ്രധാനപ്പെട്ട പ്രസ്താവനകളിൽ ഒന്ന് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം ആദ്യം പിൻവലിച്ചിട്ട് വാ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താക്കുറിപ്പ്. അതിന് പിന്നാലെ ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെ പറയുകയുണ്ടായി അതിൽ നിയമോപദേശം തേടുന്നു എന്ന്. അതിൽ നിയമോപദേശം തേടുന്നു എന്നാൽ അതിനർത്ഥം നിലവിലുള്ള സത്യവാങ്മൂലം മാറ്റി യുവതികളെ പ്രവേശിപ്പിക്കരുത് എന്ന സ്റ്റാൻഡിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോകുന്നു എന്ന് തന്നെയാണ്